നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF തരംഗം. കൊല്ലം, കൊച്ചി, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകൾ UDFന്. കോഴിക്കോട് ഇടതിന്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50 സീറ്റുമായി കേവല ഭൂരിപക്ഷത്തിനരികെ NDA. ജില്ലാ പഞ്ചായത്തുകളിൽ LDFനും UDFനും 7 സീറ്റ് വീതം. മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തുകളിലും UDFന് മുൻതൂക്കം. 26 പഞ്ചായത്തുകൾ NDAക്ക്. സംസ്ഥാനത്ത് ചരിത്രം കുറിച്ച BJP. തലസ്ഥാനത്തെ വിജയത്തിൽ അഭിനന്ദിച്ച ദേശീയ നേതൃത്വം. കേരള രാഷ്ട്രീയത്തിലെ വഴിത്തിരിവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവർക്കും നന്ദി അറിയിച്ച് ട്വീറ്റ്. ജയം ദേശീയ തലത്തിൽ പ്രചാരണമാക്കി നേതാക്കൾ. തിരുവനന്തപുരം മേയറെ ഉടൻ തീരുമാനിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഇടതിന് തോൽവി. ശബരിമല സ്വർണ്ണക്കൊള്ളയും ജനകീയ സമരങ്ങളും തിരിച്ചടിയായി. ക്ഷേമ പെൻഷനും ഫലം കണ്ടില്ല. കൊല്ലത്തെ ചരിത്ര തോൽവിയിൽ ഞെട്ടി നേതൃത്വം. തോൽവികൾ പരിശോധിക്കുമെന്നും പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാനായില്ലെന്നും മുഖ്യമന്ത്രി. ജനങ്ങൾ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി പണി തന്നുവെന്ന് MM മണി. കൊൽക്കത്തയിൽ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിക്ക് ഊഷ്മള സ്വീകരണം. മെസ്സിയെ കാണാനാകാത്തതിൽ രോഷപ്രകടനവുമായി ആരാധകർ. കുപ്പിയെറിഞ്ഞും കസേര തല്ലി തകർത്തും പ്രതിഷേധം. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 50% വരെ തീരുവ ഏർപ്പെടുത്തിയ ട്രംപിന്റെ നടപടി അവസാനിപ്പിക്കാൻ US-ൽ പ്രമേയം അവതരിപ്പിച്ചത് US ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലെ 3 അംഗങ്ങൾ. ട്രംപിന്റെ നടപടികൾ നിയമവിരുദ്ധവും അമേരിക്കൻ തൊഴിലാളികൾക്കും ഉപഭോക്താക്കൾക്കും ദോഷകരവുമെന്ന് വിമർശനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ചരിത്രത്തിലില്ലാത്ത വിധം UDFന് തരംഗം. 6 കോർപ്പറേഷനുകളിൽ 4ഇടത്തും UDF മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും UDFന്റെ കുതിപ്പ്. അപ്രതീക്ഷിത UDF തേരോട്ടത്തിൽ ശക്തി കേന്ദ്രങ്ങളിലടക്കം ആടിയുലഞ്ഞ LDF കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രമായി ഒതുങ്ങി. ജില്ലാ പഞ്ചായത്തുകളിൽ LDFും UDFും ഒപ്പത്തിനൊപ്പം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചരിത്രം കുറിച്ച NDA കേവല ഭൂരിപക്ഷത്തിന് അരികിലെത്തി. എല്ലാ കണക്കുകൂട്ടലുകളും കാറ്റിൽ പറത്തിയ തിരഞ്ഞെടുപ്പ് ഫലമാണ് സംസ്ഥാനത്ത് തദ്ദേശ ഭരണസ്ഥാപനങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ആഞ്ഞടിച്ച ഭരണവിരുദ്ധ വികാരം UDF അനുകൂല തരംഗമായി മാറി. ചുവപ്പുകോട്ടകളടക്കം കടപുഴകി വീണു. LDFന്റെ കയ്യിലുണ്ടായിരുന്ന 5 കോർപ്പറേഷനുകളിൽ നിന്ന് കൊല്ലവും എറണാകുളവും തൃശൂരും പിടിച്ചടക്കിയ UDF കണ്ണൂർ നിലനിർത്തുകയും ചെയ്തു. കോഴിക്കോട്ടെ ആശ്വാസ വിജയത്തിൽ മാത്രം ഒതുങ്ങേണ്ടി വന്നു LDFന്. ഇടതു വലതു മുന്നണികളെ അങ്കലാപ്പിലാക്കി കണ്ണഞ്ചിപ്പിക്കുന്ന വിജയവുമായി ചരിത്രം തിരുത്തിക്കുറിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA കേവല ഭൂരിപക്ഷത്തിന് തൊട്ടരികിലെത്തി. ഗ്രാമപഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ 351 ആയിരുന്നത് ഇക്കുറി 504 UDF കുതിച്ചു പാഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 38 നിന്ന് 79 UDF വർദ്ധിപ്പിച്ചു. മുനിസിപ്പാലിറ്റികളിൽ 44 നിന്ന് ഇക്കുറി 54 ഇടങ്ങളിലും UDFന്റെ തേരോട്ടം. ജില്ലാ പഞ്ചായത്തുകൾ 3 നിന്ന് 7 ഉയർത്തിയതോടെ UDFും LDFും ഒപ്പത്തിനൊപ്പമായി. NDAയുടെ കൈവശമുണ്ടായിരുന്ന 2 മുനിസിപ്പാലിറ്റികളിൽ പാലക്കാട് നിലനിർത്തിയപ്പോൾ പന്തളം നഷ്ടപ്പെട്ടു. എന്നാൽ തൃപ്പൂണിത്തറ നേടുകയും ചെയ്തു. കഴിഞ്ഞ തവണ 12 ഗ്രാമപഞ്ചായത്തുകളിലാണ് NDA വിജയിച്ചതെങ്കിൽ ഇക്കുറി 26 ഉയർത്തിയിട്ടുണ്ട്. പല ഡിവിഷനുകളിലും NDAക്ക് മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതേസമയം നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ LDFന് കനത്ത തിരിച്ചടിയാണ് പല വാർഡുകളിലും നേരിട്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിജ്ഞാപനത്തിന് തൊട്ടുമുൻപ് ക്ഷേമ പദ്ധതികൾ വാരിക്കോരി പ്രഖ്യാപിച്ചിട്ട് പോലും ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചതിന്റെ ഞെട്ടലിലാണ് ഇടതുമുന്നണി. പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് കുതിച്ചുയർന്ന തരംഗം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDFനുള്ള ഊർജ്ജവും കരുത്തുമായി മാറി. തലസ്ഥാന കോർപ്പറേഷനിലെ ആധിപത്യം ഉൾപ്പെടെ വിവിധയിടങ്ങളിലെ മുന്നേറ്റം 2026 നിർണായക ശക്തിയാകുമെന്ന് സൂചന നൽകാൻ NDAയ്ക്കും കഴിഞ്ഞു. ശബരിമല എന്ന വൈകാരിക വിഷയം മറ്റൊരു തെരഞ്ഞെടുപ്പിനെ കൂടി സ്വാധീനിച്ചു എന്നതിന്റെ പാഠമായി 2025 മാറുകയാണ്. 2026 കച്ചമുറുക്കി ഇറങ്ങിയ 3 മുന്നണികൾക്കും പഠിക്കാൻ ഏറെയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, വികസന കുതിപ്പ്, അവസാന ലാപ്പിൽ പെൻഷൻ ഉൾപ്പെടെ വാരിക്കോരി ക്ഷേമ പദ്ധതികൾ.
അമ്പെ പരാജയപ്പെട്ടു പോയ തെരഞ്ഞെടുപ്പ് തന്ത്രം. ആഭ്യന്തര വകുപ്പിലും ആരോഗ്യ വകുപ്പിലും ഉൾപ്പെടെയുണ്ടായ വീഴ്ചകളും അഴിമതി ആരോപണങ്ങളും ED അന്വേഷണവും PM ശ്രീയിലെ നിലപാടു മാറ്റവും ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ അങ്ങനെയൊന്നും ബാധിക്കില്ല എന്ന കണക്കുകൂട്ടലുകളും പിഴച്ചു. അയ്യപ്പ സംഗമം നടത്തി ശബരിമല എന്ന വികാരം വോട്ടാക്കി മാറ്റാൻ നടത്തിയ ശ്രമങ്ങൾ ഒടുവിൽ സ്വർണ്ണക്കൊള്ളയിൽ എത്തിച്ചേർന്നപ്പോൾ നിലയില്ലാ കയത്തിൽ അകപ്പെട്ടു ഭരണമുന്നണി. ദേവസ്വം പ്രസിഡന്റുമാർ ഓരോരുത്തരായി ജയിലിലായത് ഒരു വിശ്വാസ സമൂഹത്തെ മാത്രമല്ല ബാധിച്ചത്. അധികാരികളുടെ വീഴ്ചകൾ എത്രത്തോളം ഗുരുതരമാണ് എന്ന് ഞെട്ടലോടെയാണ് കേരളം കണ്ടത്. കൃത്യമായി ആയുധമാക്കാൻ UDFനും BJPക്കും കഴിഞ്ഞിടത്ത് ഭരണമുന്നണി വേരോടെ വീണു. ഈ തെരഞ്ഞെടുപ്പിൽ LDFനേറ്റ പ്രഹരം എത്രത്തോളം ശക്തിയുള്ളതാണെന്ന് തെളിയിക്കുന്നതാണ് ചെങ്കോട്ടയായ കൊല്ലം കോർപ്പറേഷനിൽ ഒരു വേളയിൽ 3ാം സ്ഥാനത്ത് വരെ പോകേണ്ടി വന്ന സാഹചര്യം. അപ്പോഴും ഭരണവിരുദ്ധ വികാരം തങ്ങൾക്കനുകൂലമായി ഒരു തരംഗമായി മാറുമെന്ന് UDF പോലും കരുതിയിരുന്നില്ല. ഒറ്റക്കെട്ടായി നിന്ന ഒരു ടീം വർക്കിന്റെ വിജയമെന്ന് ആവർത്തിക്കാൻ UDFനായി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊന്നും വോട്ടെടുപ്പിനെ ബാധിച്ചതുമില്ല. പരുങ്ങലിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലമെങ്കിൽ 2026 കടപുഴകി വീഴുമായിരുന്ന UDFന് ഇപ്പോഴുണ്ടായ തരംഗം തലവര തന്നെ മാറ്റുകയാണ്. അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിർണായക വിഷയങ്ങളിൽ എടുത്ത നിലപാടുകൾ രാഷ്ട്രീയമായി ശരിയെന്ന് തെളിയിക്കാൻ VD സതീശൻ എന്ന നേതാവിന് കഴിയുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസമെന്ന് ആവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവ് വീണ്ടും മുന്നണിക്കുള്ളിൽ തന്റെ ആർജവം തെളിയിക്കുന്നു. അതേസമയം ഇവിടെയൊരു BJP ഉണ്ട് എന്ന ഇടതു വലതു മുന്നണികളുടെ നെഞ്ചെടുപ്പ് കൂട്ടാനും പലയിടത്തും നിർണായകമാകാനും തങ്ങൾക്ക് കഴിയുമെന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ NDAയും തെളിയിച്ചു. തലസ്ഥാന കോർപ്പറേഷനിലെ തേരോട്ടം ജില്ലയിലെ പല നിയമസഭാ മണ്ഡലങ്ങളിലും BJPയുടെ ആത്മവിശ്വാസവും പ്രതീക്ഷയും ശക്തിപ്പെടുത്തുന്നു. വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുമെന്ന് പറയുന്ന LDFനും മഹായുദ്ധത്തിനായി തയ്യാറെടുക്കുന്ന UDFനും തലസ്ഥാനത്ത് പ്രധാനമന്ത്രിയുടെ വരവിനായി കാത്തിരിക്കുന്ന NDAയ്ക്കും ഇനിയുള്ള 3 മാസക്കാലം ഏറെ നിർണായകം. അൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ചരിത്രം തിരുത്തിക്കുറിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA അധികാരത്തിലേക്ക് നീങ്ങുന്നു. തിരഞ്ഞെടുപ്പ് നടന്ന 100 വാർഡുകളിൽ 50ഇടത്തും വെന്നിക്കൊടി പാറിച്ച് കേവല ഭൂരിപക്ഷത്തിന് തൊട്ടരികിലാണ് അവർ. 4 പതിറ്റാണ്ടിലേറെ ഭരിച്ച LDFന് വെറും 29 വാർഡുകളിൽ ഒതുക്കിയപ്പോൾ UDFനും 19-നപ്പുറം കടക്കാനായില്ല. 2 സ്വതന്ത്രന്മാരും തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ച വിഴിഞ്ഞം വാർഡും നിർണായകമായി മാറുകയാണ്. 2010 മുതൽ കൃത്യമായ കണക്കുകൂട്ടലിലാണ് NDA. 15 വർഷങ്ങൾക്ക് ശേഷം ആ വലിയ ലക്ഷ്യത്തിലെത്താൻ BJPക്ക് കഴിഞ്ഞു. ഇടതു വലതു മുന്നണികൾ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിട്ടും ഒരു പോറല് പോലും ഏറ്റില്ല BJPക്ക്. 2015-ലും 2020-ലും 2ാം സ്ഥാനത്ത് വന്ന് പടിപടിയായി ഉയർന്ന NDA 2025-ൽ കണക്കുകൂട്ടലുകൾ കൃത്യമാക്കി. കഴിഞ്ഞ ഭരണത്തിന്റെ അഴിമതി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ജനമധ്യത്തിൽ തുറന്നുകാട്ടാൻ BJPക്ക് കഴിഞ്ഞു. 5 വർഷം കോർപ്പറേഷനിൽ കണ്ടത് വിവിധ ക്രമക്കേടുകൾ ഉൾപ്പെടെ ഭരണപക്ഷത്തിനെതിരായ BJPയുടെ സമരമുഖങ്ങളായിരുന്നു. തെരഞ്ഞെടുപ്പ് വേളയിൽ തിരുമല കൗൺസിലറുടെയും RSS പ്രവർത്തകന്റെയും ആത്മഹത്യകൾ LDFും UDFും ആയുധമാക്കിയിട്ടും അതൊന്നും വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. മറിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം സർക്കാർ വിരുദ്ധ വികാരം കൃത്യമായി പ്രതിഫലിച്ചപ്പോൾ 4 പതിറ്റാണ്ടിലേറെയുള്ള തേരോട്ടം അവസാനിപ്പിച്ച് 52-ൽ നിന്ന് LDFന് 29-ലേക്ക് ഒതുങ്ങേണ്ടി വന്നു. മുൻ MLA KS ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയാക്കി UDF ക്യാമ്പിൽ ആവേശത്തിര ഇളക്കിയെങ്കിലും പക്ഷേ കഴിഞ്ഞ തവണത്തെ 10 എന്നത് 19ആക്കി ഉയർത്താൻ മാത്രമാണ് കഴിഞ്ഞത്. LDFന്റെ കോട്ടകളിൽ അടക്കം ഇടിച്ചു നിരത്തിയാണ് BJPയുടെ മുന്നേറ്റം. അതേസമയം ജില്ലാ നേതാക്കളെയും ഏരിയ സെക്രട്ടറിമാരെയും കളത്തിലിറക്കിയിട്ടും കടപുഴകി വീണ LDFൽ പക്ഷേ മേയർ സ്ഥാനാർത്ഥികളായി ഉയർത്തിക്കാട്ടിയവർ ജയിച്ചു കയറി. പേട്ടയിൽ SP ദീപക്കും വഞ്ചിയൂരിൽ ശങ്കരൻകുട്ടി നായരും പുന്നയ്ക്കാമുകളിൽ RP ശിവജിയും ചാക്കയിൽ മുൻ മേയർ K ശ്രീകുമാറും ജയിച്ച പ്രമുഖരാണ്. അതേസമയം UDFൽ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന KS ശബരിനാഥും ഏറെ വാർത്താ പ്രാധാന്യം നേടിയ വൈഷ്ണയും വിജയിച്ച പ്രമുഖർ. എന്നാൽ BJPയിൽ എല്ലാ പ്രമുഖരും വിജയിക്കൊടി വീശി. മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്ന പ്രമുഖരിൽ ശാസ്തമംഗലത്ത് R ശ്രീലേഖയും നേമത്ത് MR ഗോപനും കൊടുങ്ങാനൂരിൽ VV രാജേഷും കരമനയിൽ അജിത്തും ഉൾപ്പെടെ വിജയിച്ചു. എന്നാൽ കേവല ഭൂരിപക്ഷമായ 51 എന്ന മാന്ത്രിക സംഖ്യയിൽ എത്താനാകാത്ത BJPക്ക് വിഴിഞ്ഞം തെരഞ്ഞെടുപ്പും ജയിച്ചു കയറിയ 2 സ്വതന്ത്രരും നിർണായകമാണ്. വിഴിഞ്ഞത്ത് BJPക്ക് ജയിക്കാനായില്ലെങ്കിൽ കണ്ണമ്മൂലയിൽ ജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി M രാധാകൃഷ്ണനും പൗണ്ട് കടവിൽ വിജയിച്ച കോൺഗ്രസ് വിമതനായിരുന്ന സുധീഷ് കുമാറും കോർപ്പറേഷൻ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കും. ഫലപ്രഖ്യാപനം വന്ന ശേഷം ഉദ്യോഗത്തിന്റെ മണിക്കൂറുകളിലേക്കാണ് തലസ്ഥാന കോർപ്പറേഷൻ നീങ്ങുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ തിരുവനന്തപുരത്തിന് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP NDA സഖ്യം നേടിയ വിജയം കേരള രാഷ്ട്രീയത്തിലെ വഴിത്തിരിവാണെന്നും അദ്ദേഹം എക്സിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വികസന അഭിലാഷങ്ങൾ പൂർത്തിയാക്കുവാൻ നമ്മുടെ പാർട്ടിക്ക് മാത്രമേ കഴിയൂ എന്ന് ജനങ്ങൾക്ക് ഉറപ്പുണ്ടെന്നും മോദി കുറിച്ചു. നഗരത്തിന്റെ വളർച്ചയ്ക്കും ജനങ്ങളുടെ ജീവിതം എളുപ്പമാക്കുന്നതിനും വേണ്ടി പാർട്ടി പ്രവർത്തിക്കും. കേരളം LDF-നെയും UDF-നെയും കൊണ്ട് പൊറുതിമുട്ടിയെന്നും അദ്ദേഹം പറഞ്ഞു. നല്ല ഭരണം കാഴ്ചവെക്കുന്നതിനും വികസിത കേരളം കെട്ടിപ്പടുക്കുന്നതിനുമുള്ള ഒരേയൊരു വഴിയാണ് അവർ NDA കാണുന്നതെന്നും മോദി കൂട്ടിച്ചേർത്തു. കാൽ നൂറ്റാണ്ടിന്റെ ഇടതു തുടർഭരണം അവസാനിപ്പിച്ച് കൊല്ലം കോർപ്പറേഷൻ UDF പിടിച്ചെടുത്തു. കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടിയിലധികം നേട്ടമുണ്ടാക്കാൻ ഇത്തവണ UDF-ന് കഴിഞ്ഞു. LDF-ന് പകുതിയിലധികം സീറ്റുകൾ നഷ്ടപ്പെട്ടപ്പോൾ ഇടതിന്റെ മുതിർന്ന നേതാക്കളെ തോൽപ്പിച്ച് BJP-യും നേട്ടമുണ്ടാക്കി. കൊല്ലം കോർപ്പറേഷനിൽ 25 വർഷത്തിനു ശേഷം UDF-ന്റെ തിരിച്ചുവരവ്. 56 വാർഡുകളുള്ള കൊല്ലം കോർപ്പറേഷനിൽ UDF പിടിച്ചെടുത്തത് 27 വാർഡുകൾ. കഴിഞ്ഞ തവണ 10 സീറ്റുകൾ മാത്രം ഉണ്ടായിരുന്നിടത്താണ് UDF ഇത്തവണ മുന്നേറിയത്. 38 സീറ്റുകളിൽ നിന്നും LDF പകുതിയിൽ താഴെ സീറ്റുകളിലേക്ക് നിലംപതിച്ചു. LDF-ന് നേടാനായത് 16 സീറ്റുകൾ മാത്രം. UDF-ന്റെ മേയർ സ്ഥാനാർത്ഥി AK ഹഫീസ് താമരക്കുളം വാർഡിൽ നിന്നും വിജയിച്ചു. കേരളമാകെ ഒരു മാറ്റം കുറിക്കുന്നതിൻ്റെ ഭാഗത്ത് നിൽക്കുക. ഒരു 6 മാസക്കാലം കഴിയുമ്പോൾ ഈ ഇടത് ദുർഭരണം അല്ലെങ്കിൽ അഴിമതി ഭരണം, തൊട്ടാൽ കമ്മീഷൻ ഭരണം എന്നാണല്ലോ ഈ ഇടത് ഭരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. അമ്പലം വിഴുങ്ങിയെന്ന് വരെ സൂചിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് അവർക്കെതിരെയുള്ളൊരു ജനവികാരമാണ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത്. UDF വീണ്ടും വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും എന്ന് തെളിയിക്കുന്നതിൻ്റെ ഒരു സെമി ഫൈനലാണ് ഈ തെരഞ്ഞെടുപ്പ്. സിറ്റിംഗ് മേയറും CPI നേതാവുമായ ഹണി ബെഞ്ചമിനെ കൊല്ലം കോർപ്പറേഷൻ വടക്കുംഭാഗം ഡിവിഷനിൽ കോൺഗ്രസിന്റെ കുരുവിള ജോസഫ് 355 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. മുൻ മേയറല്ല, സിറ്റിംഗ് മേയർ. ജനങ്ങളാണ് തോൽപ്പിച്ചത്, കുരുവിള ജോസഫ് അല്ല. കുരുവിള ജോസഫിൽ കൂടി ജനങ്ങൾ തോൽപ്പിച്ചു സിറ്റിംഗ് മേയറിനെ. UDF-ന്റെ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ജയലക്ഷ്മിയുടെ വിജയം ഇടതു സ്ഥാനാർത്ഥിയെ 482 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു. ഇടതിന്റെ സിറ്റിംഗ് സീറ്റുകൾ പലതും നേടിയെടുത്ത UDF ഇടതുകോട്ടയിൽ ആധിപത്യം ഉറപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഇടതിന്റെ മേയർ സ്ഥാനാർത്ഥിയുമായിരുന്ന VK അനിരുദ്ധനും മുതിർന്ന CPM നേതാവും മുൻ മേയറുമായ V രാജേന്ദ്രബാബുവും അടിയറവ് പറഞ്ഞത് BJP-ക്ക് മുന്നിലായിരുന്നു. 27 വോട്ടുകൾക്ക് VK അനിരുദ്ധനെ BJP-യുടെ അജിത് ചോഴത്തിൽ പരാജയപ്പെടുത്തിയപ്പോൾ രാജേന്ദ്രബാബുവിനെ 293 വോട്ടുകൾക്ക് BJP-യുടെ അഭിലാഷ് TR തോൽപ്പിച്ചു. കഴിഞ്ഞ തവണ 6 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന BJP ഇത്തവണ 12 സീറ്റുകൾ നേടി. കൊല്ലം കോർപ്പറേഷനിൽ ഇടതിന്റെ പരാജയം ഗൗരവമായി പരിശോധിക്കുമെന്നും തിരുത്തേണ്ടുന്നവ തിരുത്തി മുന്നോട്ടു പോകുമെന്നുമായിരുന്നു തോൽവിക്കു ശേഷം CPIM ജില്ലാ നേതൃത്വത്തിന്റെ ആദ്യ പ്രതികരണം. ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള നിരവധിയിടങ്ങളിൽ അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെയാണ് UDF അധികാരത്തിലെത്തിയതെന്നും BJP UDF അവിശുദ്ധ സഖ്യം പരാജയ കാരണമെന്നും CPIM വിലയിരുത്തുന്നു. എങ്കിലും ഒരിക്കലും കൈവിടില്ലെന്ന് LDF പ്രതീക്ഷിച്ച കോട്ടകളിലൊന്നാണ് UDF തരംഗത്തിൽ കൊല്ലത്തും നഷ്ടമായത്. അമൃത ന്യൂസ്, കൊല്ലം. മലബാറിൽ വമ്പന്മാർ പോലും കടപുഴകി വീണപ്പോൾ അപ്രതീക്ഷിത വിജയം നേടിയത് അത്രത്തോളം അറിയപ്പെടാത്തവർ. കോഴിക്കോട് 2 മേയർ സ്ഥാനാർത്ഥികളാണ് പാർട്ടി കോട്ടയിൽ കാലിടറി വീണത്. അതേസമയം ഒളിവിൽ കഴിയുന്ന താമരശ്ശേരി ഫ്രഷ് കട്ട് സമരപ്രവർത്തകനും പയ്യന്നൂരിൽ ബോംബേറ് കേസിലെ പ്രതിയും വിജയിച്ചു. വൻമരങ്ങൾ കടപുഴകി വീഴുന്നത് പുതിയ കാര്യമല്ല. കോട്ടക്കൊത്തളങ്ങൾ തകരുന്നതിലും അസ്വാഭാവികതയൊന്നുമില്ല. വടക്കൻ ജില്ലകളിൽ എണ്ണം പറഞ്ഞ വമ്പന്മാരാണ് കാലിടറി വീണത്. പാർട്ടിക്കോട്ടകൾ പലതും തോറ്റമ്പി നിലംപതിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജനകീയനുമായ CP മുസാഫർ അഹമ്മദിന്റെ പരാജയം അപ്രതീക്ഷിതമായിരുന്നു. മേയർ ആകേണ്ടിയിരുന്ന ആളാണ്. മീഞ്ചന്ത ഡിവിഷനിൽ മുസ്ലിം ലീഗിലെ SK അബൂബക്കറാണ് ഇവിടെ വിജയിച്ചത്. അബൂബക്കർ വിജയിക്കുമെന്ന കാര്യത്തിൽ UDF-ന് പോലും യാതൊരു ഉറപ്പുമില്ലായിരുന്നു. പാറോപ്പഴ ഡിവിഷനിൽ UDF-ലെ PM നിയാസ് പരാജയപ്പെട്ടതാകട്ടെ BJP-യിലെ ഹരീഷ് പൊറ്റങ്ങാടിയോടാണ്. UDF-ന്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്നു നിയാസ്. CPM-ന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രമായ പൊറ്റമ്മൽ ഡിവിഷൻ BJP പിടിച്ചെടുത്തതാണ് അത്ഭുതപ്പെടുത്തുന്നത്. താമരശ്ശേരി ഫ്രഷ് കട്ട് പ്രക്ഷോഭത്തെ തുടർന്ന് ഒളിവിലായ മുസ്ലിം ലീഗിലെ ബാബു കുടുക്കിൽ വിജയിച്ചു. ബാബുവിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പതിച്ചിരുന്നു. ജില്ലാ പഞ്ചായത്ത് ഉള്ളിയേരി ഡിവിഷൻ UDF പിടിച്ചെടുത്തു. MSF ഹരിത നേതാവ് റിമ കുന്നുമ്മൽ വിജയിച്ചു. പതിറ്റാണ്ടുകളായി LDF നിലനിർത്തിയ സീറ്റിലാണ് UDF-ന് വേണ്ടി വിദ്യാർത്ഥി രാഷ്ട്രീയക്കാരി വിജയക്കൊടി നാട്ടിയത്. വയനാട്ടിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാരനെ തോൽപ്പിച്ചതാകട്ടെ കോൺഗ്രസ് വിമതൻ ജിനു ജേക്കബ്. പൂതാടി ബ്ലോക്കിലായിരുന്നു ഷംസാദ് ജനവിധി തേടിയത്. 2.5 പതിറ്റാണ്ടായി LDF കുത്തകയായിരുന്ന വൈത്തിരി പഞ്ചായത്ത് UDF പിടിച്ചു. പകരത്തിനു പകരമായി ചരിത്രത്തിലാദ്യമായി മൂപ്പൈനാട് LDF പിടിച്ചു. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ നഗരസഭയിലെ കോറോ സെൻട്രലിൽ LDF സ്ഥാനാർത്ഥി KP മധു ജയിച്ചു. ലൈംഗികാരോപണത്തെ തുടർന്ന് നേരത്തെ CPM ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നീക്കിയ ആളാണ് മധു. പയ്യന്നൂരിൽ ബോംബേറ് കേസിലെ പ്രതി നിഷാദ് വെള്ളൂർ ഡിവിഷനിൽ നിന്ന് ജയിച്ചു കയറി.
പാലക്കാട് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ LDF പിന്തുണയോടെ മത്സരിച്ച കോൺഗ്രസ് വിമതൻ AV ഗോപിനാഥ് പരാജയപ്പെട്ടു. പെരിങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്ത് ഭരണം വിമതരിൽ നിന്ന് UDF തിരിച്ചുപിടിച്ചു. S വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച ഫലമല്ല ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിന്റെ കാരണങ്ങൾ വിശദമായി പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. തലസ്ഥാന നഗരത്തിൽ NDAക്ക് മേൽക്കൈ നേടാനായതും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വർഗീയതയുടെ സ്വാധീനമുണ്ടായതും മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നവരെ ആശങ്കപ്പെടുത്തുന്നതാണ്. വർഗീയ ശക്തികളുടെ ദുഷ്പ്രചരണങ്ങളിലും കുടിലതന്ത്രങ്ങളിലും ജനങ്ങൾ അകപ്പെട്ടു പോകാതിരിക്കാനുള്ള ജാഗ്രത ഇനിയും ശക്തമാക്കേണ്ടതുണ്ടെന്നും മുന്നറിയിപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. UDF തരംഗത്തിലും നിറം മങ്ങാതെ 2020. രണ്ട് പഞ്ചായത്തുകളിൽ ഭരണം നിലനിർത്താനായി LDFിൽ നിന്ന് തിരുവാണിയൂർ പഞ്ചായത്ത് പിടിച്ചെടുക്കാനും 2020ക്ക് സാധിച്ചു. അതേസമയം കുന്നത്തുനാട്, മഴുവന്നൂർ പഞ്ചായത്തുകൾ പാർട്ടിക്ക് നഷ്ടമായി. കിഴക്കമ്പലം, ഐക്കരനാട്, മഴുവന്നൂർ, കുന്നത്തുനാട് എന്നീ പഞ്ചായത്തുകളിലാണ് 2020 ഭരണം ഉണ്ടായിരുന്നത്. ഇതിൽ കുന്നത്തുനാട്, മഴുവന്നൂർ പഞ്ചായത്തുകൾ നഷ്ടമായി. UDF ആണ് ഈ രണ്ട് പഞ്ചായത്തുകളും നേടിയത്. എന്നാൽ സ്ത്രീകളെ സ്ഥാനാർത്ഥികളാക്കി മത്സരത്തിനിറങ്ങിയ തിരുവാണിയൂരിൽ ഇടതുകോട്ട തകർക്കാൻ പാർട്ടിക്ക് സാധിച്ചു. 9 സീറ്റുകളാണ് ഇവിടെ നേടിയിരിക്കുന്നത്. മൂന്നാം വട്ടമാണ് കിഴക്കമ്പലം പഞ്ചായത്ത് 2020ക്കൊപ്പം നിൽക്കുന്നത്. 21ൽ 14 വാർഡുകളാണ് കിഴക്കമ്പലത്ത് നേടിയിരിക്കുന്നത്. ഐക്കരനാട് പതിവ് പോലെ മുഴുവൻ സീറ്റുകളും നേടാൻ 2020ക്ക് കഴിഞ്ഞു. വാഴക്കുളം ബ്ലോക്കിലെ പുക്കാട്ടുപടി, കിഴക്കമ്പലം ഡിവിഷനുകൾ പാർട്ടി നിലനിർത്തി. ആദ്യമായി മത്സരിച്ച തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ അക്കൗണ്ട് തുറക്കാനും സാധിച്ചു. കൂടാതെ പൂത്തൃക്കയിൽ 7, വടവുകോട്, പുത്തൻകുരിശ് പഞ്ചായത്തിൽ 6 സീറ്റ്, തൊടുപുഴയിലെ മണക്കാട് പഞ്ചായത്തിൽ 1 സീറ്റ്, വെങ്ങോല പഞ്ചായത്തിലെ 6 വാർഡും 1 ബ്ലോക്ക് ഡിവിഷനും പാർട്ടി കരസ്ഥമാക്കി. എങ്ങനെയും ഭരണത്തിലേറുക എന്നതല്ല പാർട്ടിയുടെ ലക്ഷ്യമെന്നും വിജയത്തിനൊപ്പം പരാജയവും സന്തോഷത്തോടെ സ്വീകരിക്കുന്നതായും പാർട്ടി പ്രസിഡന്റ് സാബു ജേക്കബ് പറഞ്ഞു. മത്സരിച്ച എല്ലാ സീറ്റുകളിലും മികച്ച വോട്ട് വിഹിതം നേടാനായി എന്നാണ് വിലയിരുത്തൽ. ഭാവി പരിപാടികൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുമെന്നും സാബു ജേക്കബ് വ്യക്തമാക്കി. അമൃത ന്യൂസ്, കൊച്ചി. ഇടുക്കി ജില്ലയിലെ തകർപ്പൻ വിജയത്തിനിടയിലും മുൻ MLA EM അഗസ്തിയുടെ പരാജയം UDFന് തിരിച്ചടിയായി. കട്ടപ്പന നഗരസഭയിലെ 22ാം വാർഡിൽ നിന്നും 59 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ജനവിധിക്ക് പിന്നാലെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നതായി EM അഗസ്തി ഫേസ്ബുക്കിൽ കുറിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ പണം മുടക്കി 5 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടും പ്രവാസികളും പ്രവാസി കുടുംബങ്ങളും ഇടതു സർക്കാരിനെതിരെ വിധിയെഴുതിയതിന്റെ ഫലമാണ് UDFന്റെ മികച്ച വിജയമെന്ന് കോൺഗ്രസ് അനുകൂല പ്രവാസി സംഘടനയായ ഇൻകാസ്. കേരളത്തിലെ UDF വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ദുബായിൽ ഇൻകാസ് പ്രവർത്തകർ മധുരം വിതരണം ചെയ്തു. ഇൻകാസ് UAE പ്രസിഡന്റ് സുനിൽ അസീസ്, ദുബായ് പ്രസിഡന്റ് റഫീഖ് മട്ടന്നൂർ, ഇൻകാസ് ഭാരവാഹികളായ CA ബിജു, BA നാസർ, അഡ്വക്കേറ്റ് ഹാഷിഖ് തൈക്കണ്ടി ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു. UAEയിലെ വിവിധ എമിറേറ്റുകളിലും ഇൻകാസ്, KMCC ഉൾപ്പെടെയുള്ള UDF കൂട്ടായ്മകൾ മധുരം വിതരണം ചെയ്ത് ആഹ്ലാദം പങ്കുവച്ചു. ദുബായിൽ റോബോ ടാക്സികൾ സർവീസ് ആരംഭിച്ചു. നിരവധി സുരക്ഷാ പരിശോധനകൾക്കും പരീക്ഷണ ഓട്ടങ്ങൾക്കും ശേഷമാണ് റോബോ ടാക്സികൾ നിരത്തിലിറക്കിയത്. ദുബായിലെ സുഖീം, ജുമൈറ എന്നിവിടങ്ങളിൽ റോബോ ടാക്സികളുടെ സേവനം ലഭിക്കും. ഊബർ ആപ്പ് വഴിയാണ് ബുക്കിംഗ് നടത്തേണ്ടത്. ഊബർ ആപ്പിലെ ഓട്ടോണമസ് സർവീസ് തിരഞ്ഞെടുത്താൽ യാത്രികരെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ റോബോ ടാക്സി എത്തും. പൊതുജനങ്ങളെ വഹിച്ചുകൊണ്ടുള്ള പരീക്ഷണ ഓട്ടം കൂടിയായതിനാൽ നിലവിൽ റോബോ ടാക്സികളിൽ ഡ്രൈവറും ഉണ്ടാകും. അടുത്ത വർഷം ആദ്യം മുതൽ പൂർണ്ണമായും ഡ്രൈവറില്ലാ ടാക്സികൾ നിരത്തുകളിൽ ഓടിത്തുടങ്ങുമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. പ്രധാന റോഡുകളിൽ ചരക്കു വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് കണ്ടെത്താൻ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പരിശോധന ആരംഭിച്ചു. ഭാരവാഹനങ്ങളുടെ അനധികൃത വർക്കിംഗ് അപകടങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പരിശോധന നടത്തുന്നത്. ദുബായിലെ പ്രധാന നിരത്തുകളോട് ചേർന്ന് ചരക്കു വാഹനങ്ങൾ നിർത്തിയിടുന്നതിനായി 14 ഇടങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്ധന സ്റ്റേഷൻ, വിശ്രമ സൗകര്യം, പള്ളി, കഫ്റ്റീരിയ തുടങ്ങിയ സൗകര്യങ്ങൾ ഇത്തരം ഇടങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. തിരക്കേറിയ സമയങ്ങളിൽ ചരക്കു വാഹനങ്ങൾ പ്രധാന പാതകളിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണമുണ്ട്. നിയമം ലംഘിക്കുന്നവരിൽ നിന്നും 5000 ദിർഹം മുതൽ 2 ലക്ഷം ദിർഹം വരെ പിഴ ഈടാക്കുമെന്ന് ദുബായ് RTA അറിയിച്ചു. സൗദിയിൽ ഫാമിലി വിസിറ്റ് വിസ നടപടിക്രമങ്ങൾ കൂടുതൽ എളുപ്പമാക്കി. വിസ അപേക്ഷയും
ട്രാക്കിംഗ് പ്രക്രിയയും നേരത്തെയുള്ളതിനേക്കാൾ എളുപ്പത്തിലാക്കിയിട്ടുണ്ട്. ഇനി മുതൽ ഒരു സർക്കാർ ഓഫീസും സന്ദർശിക്കാതെ തന്നെ വിസ അപേക്ഷാ സ്റ്റാറ്റസിന്റെ തൽക്ഷണത്തിലുള്ള ഇലക്ട്രോണിക് ട്രാക്കിംഗ് ലഭ്യമാകും. കൂടുതൽ സുതാര്യമായ ഫീസ് പേയ്മെന്റ് സംവിധാനം, നൂതന ഇലക്ട്രോണിക് അവലോകന സംവിധാനം ഉപയോഗിച്ചുള്ള അപേക്ഷാ പരിശോധന, സന്ദർശന കാലയളവിലുടനീളം പ്രവാസിയുടെ ഇഖാമയുടെയും സന്ദർശകന്റെ പാസ്പോർട്ടിന്റെയും സാധുത ഉറപ്പുവരുത്തൽ, ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ വഴി എല്ലാ ഡാറ്റയും കൃത്യമായി നൽകാനും രേഖകൾ അപ്ലോഡ് ചെയ്യാനുമുള്ള വിൻഡോ എന്നിവ ഫാമിലി വിസിറ്റ് വിസ നടപടിക്രമങ്ങളുടെ ഭാഗമായി ബന്ധപ്പെട്ട് വരുത്തിയ പുതിയ പരിഷ്കാരങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ്. സൗദി വിമാനത്താവളങ്ങളിൽ നിന്നും തിരിച്ചും ആഭ്യന്തര അന്താരാഷ്ട്ര ചാർട്ടർ വിമാന സർവീസുകൾ നടത്താൻ 2 കൺസോർഷ്യങ്ങൾക്ക് ലൈസൻസ് അനുവദിച്ചതായി സൗദി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. ജസീറ എയർവേസ്, ബിയോണ്ട് എയർലൈൻസ് എന്നീ കമ്പനികളുടെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യങ്ങൾക്കാണ് ലൈസൻസ് ലഭിച്ചത്. കുവൈറ്റിൽ ബുധനാഴ്ച വൈകിട്ട് മുതൽ ആരംഭിച്ച മഴ ഏറ്റവും അധികം ലഭിച്ചത് അബ്ദാലി പ്രദേശത്താണ്. 24.3 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ അളവിൽ മഴ ലഭിച്ചത് തൊട്ടടുത്ത പ്രദേശമായ ജഹ്റയിലാണ്. ഇവിടെ 5.4 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി രാജ്യത്ത് രൂപപ്പെട്ട ന്യൂനമർദ്ദത്തെ തുടർന്നാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലും മഴയും അനുഭവപ്പെട്ടു വരുന്നത്. ഇന്നു മുതൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. മഴ നിൽക്കുന്നതോടെ രാജ്യത്ത് തണുപ്പ് വർദ്ധിക്കുവാൻ തുടങ്ങും. ജിദ്ദയിൽ നടന്നുകൊണ്ടിരിക്കുന്ന റെഡ് സീ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച സിനിമയ്ക്കുള്ള ഗോൾഡ് യൂസ്റ്റ് പുരസ്കാരം റോഹിംഗ്യൻ ഭാഷയിലുള്ള ആദ്യ ഫീച്ചർ ഫിലിം ലോസ്റ്റ് ലാൻഡ് നേടി. ജപ്പാനീസ് ചലച്ചിത്രകാരൻ അക്കിയോ ഫുജിമോട്ടോ സംവിധാനം ചെയ്ത ഈ ചിത്രം മ്യാൻമറിൽ നിന്നുള്ള റോഹിംഗ്യൻ അഭയാർത്ഥികളായ സോമിരിയുടെയും ഷാഫിയുടെയും പലായനത്തിന്റെ ഹൃദയഭേദകമായ കഥയാണ് പറയുന്നത്. കള്ളക്കടത്തുകാരും ചൂഷണങ്ങളും നിറഞ്ഞ ലോകത്തിലൂടെ മലേഷ്യയിലേക്കുള്ള അവരുടെ യാത്ര പ്രേക്ഷകരെ ഏറെ സ്പർശിച്ചു. സിൽവർ യൂസ്റ്റ് ഫീച്ചർ ഫിലിം പുരസ്കാരം ചെറിയൻ ഡാബിസിന്റെ ഓൾ ദാറ്റ്സ് ലെഫ്റ്റ് ഓഫ് യു നേടിയപ്പോൾ ഷാഹിദ് അമീൻ സംവിധാനം ചെയ്ത ഹെജ്ര യൂസ്റ്റ് ജൂറി പ്രൈസിനും അൽ ഉല ഓഡിയൻസ് അവാർഡിനും അർഹമായി. റെഡ് സീ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ പ്രധാന അവാർഡുകളാണ് യൂസ്റ്റ് പുരസ്കാരങ്ങൾ. ചലച്ചിത്രോത്സവത്തിൽ വിജയിക്കുന്ന മികച്ച സിനിമകൾക്കും ചലച്ചിത്ര പ്രവർത്തകർക്കുമാണ് ഈ പുരസ്കാരങ്ങൾ നൽകുന്നത്. കുവൈറ്റിൽ മലയാളി നിര്യാതനായി. എറണാകുളം മടപ്ലാതുരത്ത് മൂത്തുകുന്നം അന്തകലത്ത് വീട്ടിൽ അജിത് കുമാറാണ് ഹൃദയാഘാതം മൂലം മരിച്ചത്. 60 വയസ്സായിരുന്നു. വഫ്രയിൽ പിക്നിക്കിനിടയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയുമായിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. കുവൈറ്റിൽ ഹൈസ്കോ കമ്പനിയിലായിരുന്നു ജോലി. സാരഥി കുവൈറ്റിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. ഭാര്യയും 2 മക്കളുമുണ്ട്. ശബരിമല സന്നിധാനത്ത് ട്രാക്ടർ അപകടത്തിൽപ്പെട്ട 8 പേർക്ക് പരിക്ക്. നിയന്ത്രണം വിട്ട ട്രാക്ടർ ഭക്തർക്കിടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ഒരു മലയാളിയടക്കം 2 പേരുടെ നില ഗുരുതരമാണ്. ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വൈകിട്ട് 6 മണിയോടെയാണ് അപകടം. ശബരിമലയിൽ നിന്നും മാലിന്യവുമായി പോയ ട്രാക്ടറാണ് അപകടത്തിൽപ്പെട്ടത്. കനത്ത മഴയിൽ കുത്തനെയുള്ള റോഡിൽ വാഹനം നിയന്ത്രണം വിടുകയായിരുന്നു. 6:15 മണിയോടെയാണ് ആക്സിഡന്റ് ഉണ്ടായത്. യു ടേണിന് സമയത്താണ് ട്രാക്ടർ ചെറിയ രീതിയിൽ നിയന്ത്രണം വിട്ട് യാത്രക്കാരെ അടിച്ചത്. കുട്ടികൾ ഉൾപ്പെടെ 8 പേർക്കാണ് പരിക്കേറ്റത്. വീര റെഡ്ഡി, തേൽസമ്മ, ധ്രുവാഞ്ച്, നിതീഷ് റെഡ്ഡി, സുനിത, കനുഷ് കുമാർ, മലയാളികളായ രാധാകൃഷ്ണൻ, തമിഴ്നാട് സ്വദേശി വീരമണി എന്നിവർക്കാണ് പരിക്ക്. ഇതിൽ രാധാകൃഷ്ണൻ, വീരമണി എന്നിവരുടെ നില ഗുരുതരമാണ്. രാധാകൃഷ്ണനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും വീരമണിയെ കോന്നി മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. 8 പേർക്കാണ് ഇഞ്ചുറി ഉണ്ടായിട്ടുള്ളത്. അതിൽ 2 പേര് സീരിയസ് ആണ്. ഒരു പയ്യനുള്ളത് അബ്ഡമൽ ഇഞ്ചുറിയാണ്. പിന്നെ ഒരു 69 വയസ്സുള്ള മെയിലാണ്. പുള്ളിക്കാരന് റിബ് ഫ്രാക്ചറാണ്. പുള്ളിക്കാരനെയും ഒഫീഷ്യലി വിട്ടിട്ടുള്ള ഇവർ 2 പേരെയാണ്. പിന്നൊരു ലേഡിയുണ്ട്. പുള്ളിക്കാരിക്ക് ഹിപ്പ് ഫ്രാക്ചറാണ്, പെൽവിക് ഇഞ്ചുറിയാണ്. അമൃത ന്യൂസ്, സന്നിധാനം. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 50% വരെ തീരുവ ഏർപ്പെടുത്തിയ ട്രംപിന്റെ നടപടി അവസാനിപ്പിക്കാൻ യുഎസിൽ പ്രമേയം. യുഎസ് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലെ 3 അംഗങ്ങൾ ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ അധിക തീരുവയ്ക്കെതിരെ യുഎസ് കോൺഗ്രസിൽ പ്രമേയം അവതരിപ്പിച്ചു. ട്രംപിന്റെ നടപടികൾ നിയമവിരുദ്ധവും അമേരിക്കൻ തൊഴിലാളികൾക്കും ഉപഭോക്താക്കൾക്കും ദോഷകരവുമെന്നാണ് വിമർശനം. തീരുവ 50% വരെ വർദ്ധിപ്പിക്കുവാൻ കാരണമായ ദേശീയ അടിയന്തരാവസ്ഥാ പ്രഖ്യാപനം റദ്ദാക്കുന്നതിനുള്ള പ്രമേയമാണ് അവതരിപ്പിച്ചത്. നിയമവിരുദ്ധവും വിപരീത ഫലമുണ്ടാക്കുന്നതും അമേരിക്കക്കാർക്ക് ദോഷകരവുമാണ് ഈ തീരുവകളെന്നാണ് ഡെമോക്രാറ്റിക് അംഗങ്ങളുടെ സന്ദേശം. യുഎസ് സെനറ്റർമാരായ ഡെബോറ റോസ്, മാർക്ക് വെയ്സി, രാജാകൃഷ്ണമൂർത്തി എന്നിവരാണ് പ്രമേയം അവതരിപ്പിച്ചത്. കൊൽക്കത്തയിൽ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിക്ക് ഊഷ്മള സ്വീകരണം. മെസ്സിയെ കാണാനാകാത്തതിൽ രോഷപ്രകടനവുമായി ആരാധകർ. കുപ്പിയെറിഞ്ഞും കസേര തല്ലിത്തകർത്തും പ്രതിഷേധം.
കൊൽക്കത്തയിൽ സാൾ സ്റ്റേഡിയത്തിലിറങ്ങി കാണികളെ അഭിവാദ്യം ചെയ്തുവെങ്കിലും അഭിസംബോധന ചെയ്യാതെയാണ് ലയണൽ മെസ്സി മടങ്ങിയത്. ഇതിനു പിന്നാലെ പ്രതിഷേധവുമായി ആരാധകർ ഗ്രൗണ്ടിലേക്കിറങ്ങി. മെസ്സിയെ ശരിയായി കാണാൻ കഴിയാത്തതിൽ ആരാധകർ രോഷം പ്രകടിപ്പിച്ചു. സീറ്റുകൾ തല്ലിത്തകർത്തും ഗ്രൗണ്ടിലേക്ക് കുപ്പികളും മാലിന്യങ്ങളും എറിഞ്ഞുമാണ് ആരാധകർ പ്രതിഷേധിച്ചത്. സംഘാടകർ ആരാധകരുടെ വികാരം മുതലെടുക്കുകയായിരുന്നുവെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. പണവും സമയവും പോയെന്നല്ലാതെ വേറൊന്നും കാണാൻ കഴിഞ്ഞില്ലെന്നും ആരാധകർ നിരാശയോടെ പറയുന്നു. മോഹൻ ബഗാൻ ഡയമണ്ട് ഹാർബർ മത്സരത്തിന്റെ രണ്ടാം പകുതിയിലാണ് മെസ്സി സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. സുരക്ഷാ ഉദ്യോഗസ്ഥരുൾപ്പെടെ മെസ്സിയെ പിന്തുടരുകയായിരുന്നു. അതോടെ അക്ഷമരായ ആരാധകർ പലതവണ മെസ്സിയെ സ്വതന്ത്രനാക്കാൻ ആവശ്യപ്പെട്ട് ആർത്തുവിളിച്ചുവെങ്കിലും അംഗീകരിച്ചില്ല. സംഘാടകനായ സദാദ്രു ദത്തയും ബംഗാൾ മന്ത്രി അരൂപ് ബിശ്വാസും മെസ്സിയുടെ കൂടെയുണ്ടായിരുന്നു. ആളുകൾ കൂടി നിന്നതിനാൽ പ്രസ് ബോക്സിൽ നിന്ന് പോലും മെസ്സിയെ കാണാൻ കഴിഞ്ഞില്ലെന്നാണ് ഫോട്ടോഗ്രാഫർമാർ പറയുന്നത്. വിമാനത്താവളത്തിലിറങ്ങിയ ശേഷം കൊൽക്കത്തയിലെ ഹയാത്ത് റേജൻസി ഹോട്ടലിലേക്കാണ് മെസ്സിയും സംഘവും ആദ്യം പുറപ്പെട്ടത്. യാത്രയിലുടനീളം ആരാധകർ മെസ്സി മെസ്സി എന്ന് ആർത്തു വിളിച്ചുകൊണ്ടിരുന്നു. പിന്നാലെ കൊൽക്കത്തയിലെ മെസ്സി പ്രതിമ അനാച്ഛാദനം ചെയ്തു. നടൻ ഷാരൂഖ് ഖാനും മകനും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തുടർന്ന് മോഹൻ ബഗാൻ ഓൾ സ്റ്റാർസ് ഡയമണ്ട് ഹാർബേഴ്സ് ഓൾ സ്റ്റാർസ് പ്രദർശന മത്സരം നടന്നു. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ചുറ്റി നടന്ന ആയിരക്കണക്കിന് ആരാധകരെ അഭിവാദ്യം ചെയ്തു. മെസ്സിയുടെ പേരും പ്രശസ്തമായ 10-ാം നമ്പരും ആലേഖനം ചെയ്ത മോഹൻ ബഗാൻ ജേഴ്സി മെസ്സിക്ക് സമ്മാനിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. ഡേയ്സ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.